ഞാൻ ശ്രീജിത്താണ്. അപ്പൊ നമ്മൾ ഇന്നുള്ളത് പുതിയ നമ്മുടെ കോട്ടക്കിലെ വിശാൽ മാർട്ടിന്റെ മുന്നിലാണ്. ഇപ്പൊ ഇവിടെ ഡ്രസ്സ് റിട്ടേൺ ചെയ്യാൻ വന്നപ്പോ കണ്ട കാഴ്ചയാണ്. ഒരു കുട്ടികളുടെ ഒരു ക്ലോത്ത് ഇവിടെ വീണ് പോയിട്ടുണ്ട്. അപ്പൊ അത് ഞാനിവിടെ തിരിച്ചേൽപ്പിക്കുകയാണ്. ഇവിടുന്ന് കിട്ടിയതാണേ. അപ്പൊ ഇതാരതോ വീണ് പോയതാണ്. അപ്പൊ ഇനി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്താ തിരിച്ചേൽപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ വീട്ടിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്വാണ്ടിറ്റി കുറവാകും. അവര് വന്നിട്ട് നിങ്ങളെ കള്ളന്മാരാക്കും. അപ്പൊ അതുകൊണ്ടാണ്. എന്താ ഏട്ടൻ്റെ പേര് വിഷ്ണു അല്ലേ? വിഷ്ണു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ എടുത്ത ഡ്രസ്സ് മാറ്റിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫിനും ഇത് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഈ വിഷ്ണുട്ടൻ എനിക്ക് കൂളായിട്ട് തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ഈ മലപ്പുറത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ റിട്ടേൺസിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ. വിശാൽ മാർട്ടിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ ചെറിയൊരു പ്രശ്നം കിട്ടും. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. ആദ്യം ചെയ്യേണ്ട സംഭവം എന്താ വെച്ചാൽ, നമ്മൾ വലിയ ബാഗൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഈ റോയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട സാധനം ഈ സെക്യൂരിറ്റിയെ കൊണ്ട് സൈൻ ചെയ്തിട്ട് നമ്മൾ ഇതുപോലൊരു സ്ലിപ്പ് എഴുതി മേടിക്കണം. ഇത് എഴുതി വാങ്ങിയിട്ട് വേണം നമ്മൾ സാധനം മാറ്റിക്കാനായിട്ട്. ഇതിലിവിടെ റിട്ടേൺസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കാണിക്കാം. ഇവിടെ റിട്ടേൺസിന്റെ മാനദണ്ഡങ്ങൾ ഇവർ ശരിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്ന് റിട്ടേൺസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബില്ലാക്കാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുൻപ് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സാധനം റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് പൈസ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പൊ ഇതാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നത്. കേരളത്തിൽ തന്നെ അങ്കമാലിയിലും ഇവർക്ക് ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വേറെ ചെയ്ത് നോക്കാം. പിന്നെ കവറൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട, മറ്റു കടകളെ പോലെ കവറൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി സാധനങ്ങൾ അവിടെ ഇട്ട് പോയിട്ട് നമ്മൾ ക്വാണ്ടിറ്റി ഇല്ലയെന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കിയിട്ടും കാര്യമില്ല. കാരണം ഇവിടുത്തെ സ്റ്റാഫുകളോടാണ് നമ്മൾ ചെന്ന് ചൂടാവുക. അപ്പോൾ അവർ വെറും സ്റ്റാഫുകൾ മാത്രമാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.